الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ ഉറച്ചു നിന്ന് റബ്ബിന്റെ മാർഗത്തിലായി ജീവിക്കുവാനും ദീനിന് ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെയും ഇന്നുമായി 2 മരണ വാർത്തകൾ തമ്മിലേക്ക് വന്നു. നമ്മുടെ ജാമിഅ ഹിന്ദിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി 2 ദിവസം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ഇന്നലെ രാത്രി മരണപ്പെടുകയും ചെയ്തു. 23 വയസ്സ് പ്രായമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം ഹിഫ്ളാക്കിയ പാലക്കാട് ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിൽ പ്രബോധന രംഗത്ത് കഴിയും വിധമൊക്കെ സജീവമായിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ന് 5 മണിക്ക് ജനാസ മറവ് ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ അബ്ദുൽ ലത്തീഫ് സാഹിബ് നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങൾക്കും സ്ഥിരമായി സഹായിക്കുന്ന വളരെ ദീനിയായ ആവേശമുള്ള ഒരു സഹോദരൻ. അദ്ദേഹവും ഇന്നലെ മിഞ്ഞാന്ന് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും മഗ്ഫിറത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ വഴിയിൽ എന്നും ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ ബാധ്യതകൾ, ആ ബാധ്യതയുടെ ഭാഗമായി വ്യത്യസ്തമായ വാജിബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചതായി കാണാൻ കഴിയും. പ്രവാചകരെ സ്നേഹിക്കുക, നബിതങ്ങളുമായി ഏറെ ആ ഒരു അർത്ഥത്തിലുള്ള ബന്ധമുണ്ടാവുക, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ ഏറെ ബന്ധമുള്ളത് പ്രവാചകരോടാണ്.
വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബി തങ്ങളുടെ ഭാര്യമാരാവട്ടെ വിശ്വാസികളുടെ മാതാക്കളുമാണ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. എല്ലാവരേക്കാൾ ഏറെ എന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാകൂ എന്ന് നബി തങ്ങൾ പറയുന്നു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരെക്കാളുമേറെ എന്നെ സ്നേഹിച്ചെങ്കിലല്ലാതെ നിങ്ങൾ ആരും പരിപൂർണമായ വിശ്വാസിയായി മാറുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്ന, നബിയെ, എനിക്ക് എന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യം അങ്ങയുടെ കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമർ, പൂർത്തിയായിട്ടില്ല. സ്വന്തത്തെക്കാൾ ഏറെ എന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് ഈമാൻ പൂർത്തിയാവുക. അത് കേട്ടപാട് ഉമർ ഖത്താബ് ആ നിമിഷം മുതൽ നിലപാട് മാറ്റി. എങ്കിൽ നബി, ഇന്നു മുതൽ, ഈ സമയം മുതൽ എനിക്കിനി എന്റെ കാര്യം പോലും പ്രധാനമല്ല, അതിനേക്കാൾ ഏറെ താങ്കളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമർ പരിപൂർണമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും ബന്ധപ്പെട്ടവരാണ് വിശ്വാസികൾക്ക്. ആ പ്രിയവും സ്നേഹവും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലാവണം, എങ്ങനെയാവണം എന്ന് കൃത്യമായ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി. അത് വർഷത്തിലെപ്പോഴെങ്കിലും ഒരിക്കൽ തുള്ളിച്ചാടി കളിച്ച് ഘോഷയാത്രയായി പോയി നബി തങ്ങളുടെ പേരിൽ ഉള്ളതും ഇല്ലാത്തതുമായ കുറെ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രം അത് സ്നേഹമാവുകയും, സ്നേഹത്തിന്റെ അടയാളം ഇത്തിബാ ആണ്. എതിരായി പ്രവർത്തിക്കുകയും സ്നേഹമുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നർത്ഥം. മഹബത്ത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായും അനുസരിക്കുക തന്നെ ചെയ്യും. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ആരെയാണ് നാം ഇഷ്ടപ്പെടുന്നത് അവർക്ക് പ്രാധാന്യം നൽകുകയും അവർ കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും അപ്പടി അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണത്, പ്രകൃതിയുടെ തേട്ടമാണ്. പഠിപ്പിച്ചതെല്ലാം എതിർ ചെയ്യുകയും സ്നേഹമുണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്നേഹമായിട്ടല്ല, മനുഷ്യ ബുദ്ധി പോലും അംഗീകരിക്കുന്നത് പ്രമാണങ്ങളും പരിചയപ്പെടുത്തുന്നു. നബി തങ്ങളുടെ സ്നേഹത്തിന്റെ പ്രകടമായ ചില ഭാവങ്ങൾ, ചില രീതികൾ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി തങ്ങളുടെ പേര് സ്വലാത്ത് എന്നുള്ളത്. അതാണ് ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായിക, മലക്കുകളുടെ അല്ലാഹു തആല നബി തങ്ങളെ കുറിച്ച് പ്രശംസിച്ചു പറയുമെന്നാണ്. നബിയുടെ മഹത്വം അല്ലാഹു തആല മലക്കുകളോട് പറയും. അതാണ് അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അല്ലാഹു സ്വലാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിലല്ലോ. അപ്പൊ അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ മേന്മകളെ മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു തആല എടുത്തു പറയും. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടിയുള്ള ദുആയാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് വിശ്വാസികൾ നിങ്ങളും സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും ആ പ്രവാചകത്തെ സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തോടെ നമ്മെ പഠിപ്പിക്കുക. സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ഭാവമാണ് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അത് എത്രയേറെ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രയും അത് പ്രശംസനീയമാണ്. ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വ്യത്യസ്തമായ ഹദീസുകളിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര ചെയ്യാൻ കഴിയുമെങ്കിലും ശരി, അവിടെയെല്ലാം ആ സ്വലാത്ത് നാം ധാരാളമായി ചെയ്യേണ്ടതുണ്ട്. നബി തങ്ങൾ തന്നെ പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹാ. വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ പേര് സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, ഫഅക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കുവിൻ എന്നാണ്. ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ ധാരാളമായ മേന്മകൾ ഇഹത്തിലും പരത്തിലും നൽകുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്ന, നബിയെ, നമ്മൾ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, പക്ഷേ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ്
ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറയുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് വ്യത്യസ്തമായ വചനങ്ങളിൽ അത് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഇതാണ് സ്വലാത്തിന്റെ ഏറ്റവും മഹത്വമായ രൂപമെന്നാണ് ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അന്ത്യനാളിൽ വരുമ്പോൾ അല്ലാഹു റസൂലുമായി ഏറ്റവും അധികം ബന്ധമുണ്ടാവുക എന്റെ ഏറ്റവും അധികം സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബൈഹഖിയും മറ്റും ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും. എന്നോട് ഖിയാമത്തിൽ ഏറ്റവും അടുത്തവരായി വരിക എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ്. ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്തൻ എന്നാണ് ഇമാം തിർമിദിയും ബൈഹഖിയും എല്ലാം റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യോഗ്യമായ ഹദീസാണ്. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ, ഏറ്റവും ബന്ധമുള്ളവർ, അക്സറുഹും അലയ്യ സ്വലാത്തൻ എന്റെ ഏറ്റവും അധികം സ്വലാത്തുള്ളവരാരോ അവരാണ് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവരായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ പടച്ച റബ്ബ് അതിന് പകരമായി 10 സ്വലാത്തുകൾ നിർവഹിക്കുമെന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയും കാണാൻ കഴിയും. അപ്പൊ ഒറ്റ സ്വലാത്തിന് 10 ഇരട്ടിയാണ് നമുക്ക് അല്ലാഹു തആല തിരിച്ചു നൽകുന്നത് എന്നർത്ഥം. നബി ഞങ്ങളെ പേര് കേട്ട് സ്വലാത്തില്ലാത്തവൻ പിശുക്കനാണ് എന്നും തുലയട്ടെ എന്ന പ്രാർത്ഥനയും ഹദീസിൽ കാണാൻ കഴിയും. അൽ ബഖീലു മൻ ദുഖിതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്നെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ട് സ്വലാത്ത് നിർവഹിക്കാത്തവൻ അവനാണ് ബഖീൽ, പിശുക്കൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി ഞങ്ങൾ മിമ്പറിൽ വെച്ച് ദുആ ചെയ്തു, അല്ലെങ്കിൽ ജിബ്രീൽ സല്ലല്ലാഹു ദുആ ചെയ്ത് നബി ഞങ്ങൾ ആമീൻ പറഞ്ഞു. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയായിരുന്നു, എന്റെ പേര് പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ റഗിമ അൻഫു റജുലിൻ ദുഖിതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്നെ കുറിച്ച് പറയപ്പെട്ടിട്ടും എന്റെ പേര് സ്വലാത്ത് നിർവഹിക്കാത്തവൻ തുലയട്ടെ അവനെന്നാണ് നബി ഞങ്ങളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ ജിബ്രീലിന്റെ പ്രാർത്ഥന. നബി ഞങ്ങളുടെ ആമീൻ എന്ന് മറ്റു റിപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നു. ഏതാണെങ്കിലും സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് നബി ഞങ്ങളുടെ പേര് ധാരാളമായി സ്വലാത്തുകളെ വർദ്ധിപ്പിക്കുക. പ്രത്യേക സമയമോ പ്രത്യേക സ്ഥലമോ പ്രത്യേകമായ രൂപമോ ഭാവം ഒന്നുമില്ലാതെ ഏത് സമയത്തും വ്യാപകമായി മുത്തലക്കായി ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ് സ്വലാത്ത് എന്നുള്ളത്. പ്രത്യേകമായി സുന്നത്തായി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേകം സുന്നത്താം. ഉദാഹരണമായി വെള്ളിയാഴ്ച പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ നബി ഞങ്ങൾ പറഞ്ഞു. ഏറ്റവും ഖൈറായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. ആ വെള്ളിയാഴ്ചയുടെ സവിശേഷത പറഞ്ഞ കൂട്ടത്തിൽ നബി ഞങ്ങൾ പഠിപ്പിച്ച ഒന്നാണ് ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, അന്ന് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്ന് നബി ഞങ്ങൾ പ്രത്യേകമായി നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ദുആയുടെ സന്ദർഭങ്ങളിൽ സ്വലാത്ത് പ്രത്യേകമായി പറഞ്ഞു. ദുആക്ക് ഇജാബത്ത് ലഭിക്കാനുള്ള മാർഗമാണ് ഹംദും സ്വലാത്തും ഉണ്ടാവുക എന്നത്. ഹംദും സ്വലാത്തും ഒന്നുമില്ലാതെ കേവലം ദുആ മാത്രമല്ല വേണ്ടത്. ആ പ്രാർത്ഥനയിൽ റബ്ബിനെ സ്തുതിക്കുന്നു, നബി ഞങ്ങളെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുകയും ചെയ്യുന്നു. അതുപോലുള്ള സന്ദർഭങ്ങളിൽ മജ്‌ലിസുകളിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ, ചർച്ചകളിൽ, അതേപോലെ ക്ലാസുകളിൽ, അതുപോലെ വേദികളിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, സ്വലാത്ത് അതിന് ബർക്കത്തുള്ള നിമിത്തമായി നബി ഞങ്ങളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ജലാഉൽ അഫ്ഹാം എന്ന പേരിൽ ഒരു കിതാബ് തന്നെ വിശദമായി രചിക്കുകയും സ്വലാത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ, അതിലെ മഹത്വങ്ങൾ, മേന്മകൾ, ലഭിക്കുന്ന ഐഹികവും പാരത്രികവുമായ ഗുണങ്ങൾ എല്ലാം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കിതാബ് തന്നെ ഈ വിഷയത്തിൽ എഴുതുന്നു. ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി അലാ ഖൈറിൽ അനാം, നബി ഞങ്ങളെ പേര് സ്വലാത്ത് ചെയ്യുന്നതിന്റെ മഹത്വങ്ങളെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ് ആ ഒരു കിതാബ്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഏതു സമയത്തും സ്വലാത്ത് വ്യാപകമായി ഉണ്ടാവുക. അത് ഏത് ഭാഷയിലുമാവാം, മലയാളത്തിലാവാം, അറബിയിലാവാം, നബി ഞങ്ങൾ പഠിപ്പിച്ച രീതിയാവാം, ഈ പഠിപ്പിച്ച തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഏതുമാകാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ്, അത് സ്വലാത്താണ്. ഇബ്രാഹിം സ്വലാത്തിനെ ചൊല്ലിയാൽ അത് സ്വലാത്താണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അത് സ്വലാത്താണ്. ഇനി മലയാളത്തിലുള്ള അല്ലാഹു മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതും സ്വലാത്താണ്. ആ നിൽക്കുക ഏതുമാകാം. എന്നാൽ പ്രത്യേകമായ സ്വലാത്ത് ഉണ്ടാക്കി അത് പ്രത്യേക എണ്ണം നിശ്ചയിച്ച് അത് ഇത്ര ദിവസം ചൊല്ലിയാൽ, ഇന്ന സമയം ചൊല്ലിയാൽ ഇന്ന കൂലി കിട്ടും, ഇന്ന ഗുണം കിട്ടുമെന്ന് പറയണമെങ്കിൽ അത് അല്ലാഹു റസൂൽ പഠിപ്പിക്കണം. നാരിയാ സ്വലാത്ത് പോലെ
കമാലിയ സ്വലാത്ത് പോലെ താജ് സ്വലാത്ത് പോലെ വ്യത്യസ്തമായ സ്വലാത്തുകൾ പിൽക്കാലത്ത് ഉണ്ടാക്കുകയും എന്ന് അത് ഇന്ന സമയം ചൊല്ലേണ്ടതാണ്, ഇന്ന് ദിവസം ചൊല്ലേണ്ടതാണ്, ഇന്ന ആവശ്യത്തിനുള്ളതാണ്, കടം കൂടാനുള്ള സ്വലാത്താണ്, മുറാദ് ഹാസിലാണ് സ്വലാത്താണ്, അങ്ങനെ പറയാൻ വകുപ്പില്ല. അങ്ങനെ പറയുമ്പോൾ അത് ബിദ്അത്തായി മാറും. എന്നാൽ നബിതങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാം, അള്ളാഹു പഠിപ്പിച്ചാൽ അത് സ്വീകരിക്കാം. അതല്ലാതെ ആർക്കും മതത്തിൽ ഒരു എണ്ണം നിശ്ചയിക്കുവാനോ ഒരു സമയം നിശ്ചയിക്കുവാനോ പ്രത്യേകമായ രീതി നിശ്ചയിക്കുവാനോ പ്രത്യേകമായ മേന്മകളും മഹത്വങ്ങളും പറയുവാനോ അവകാശമില്ല, അധികാരമില്ല. ഇന്ന് പലപ്പോഴും ഉള്ള സ്വലാത്ത് ഒഴിവാക്കുകയും പകരമില്ലാത്ത ബിദ്അത്തായ പലപ്പോഴും ആശയത്തിൽ അബദ്ധമുള്ള ശിർക്ക് പോലുമുള്ള സ്വലാത്തുകളെ ആരെല്ലാം കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയവയാണ് സമൂഹം വലിയ മഹത്വമായി കണക്കാക്കപ്പെടുന്നു. ഇബ്രാഹിമിയ സ്വലാത്ത് നബിതങ്ങളെ പഠിപ്പിച്ച സ്വലാത്താണെങ്കിൽ അതിനേക്കാളേറെ മേന്മയായി പലപ്പോഴും ഇന്ന് നാരിയ സ്വലാത്താണ് സ്വീകരിക്കപ്പെടുന്നത്. പലപ്പോഴും പടച്ച റബ്ബിന്റെ അവകാശങ്ങളെ, അവന്റെ അധികാരങ്ങളെ, സവിശേഷങ്ങൾ നിബിധങ്ങളിലേക്ക് പോലും ചേർത്തിക്കൊടുക്കുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങളാണ് നാരിയ സ്വലാത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല അതിൽ പ്രത്യേക എണ്ണവും മണ്ണവും പ്രത്യേകമായ രീതിയും പ്രത്യേകമായ മഹത്വങ്ങളും എല്ലാം കൽപ്പിക്കുക വഴി അത് ബിദ്അത്തായി മാറുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതിനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അതും മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ അത് വർദ്ധിപ്പിക്കുന്നത്. അതെല്ലാം നബിയുമായുള്ള സ്നേഹത്തിന്റെ ഭാഗമായി, ഈ ഒരു ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി അല്ലാഹു റസൂലും പഠിപ്പിച്ച ഒരു കൽപ്പന പാലിക്കുന്നുവെന്ന അർത്ഥത്തിലാണ് ജീവിതത്തിൽ സ്വലാത്ത് ഉണ്ടാവേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ ബാങ്കിന് ശേഷം പ്രത്യേകമായി നബിതങ്ങൾ പറഞ്ഞു, ബാങ്ക് കേട്ടാൽ ഇദാ സമഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സ്വല്ലു അലയ്യ. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആ ബാങ്ക് വിളിക്കുന്നതും പറയുന്നത് പോലെ നിങ്ങൾ പറയുക. സുമ്മ സ്വല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്നുള്ള ദുആ നിർവഹിക്കാനായി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് പ്രത്യേകം പല സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പറയുകയും അതല്ലാത്ത സ്ഥലത്ത് പൊതുവായി നമുക്ക് എപ്പോഴും അടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മറ്റു ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് സ്വലാത്തും എന്നർത്ഥം. അത് ആ സ്നേഹത്തിന്റെ ഭാഗമാണ്, നബിയുമായുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. നബിതങ്ങളാണല്ലോ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. എങ്കിൽ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തേക്കാളേറെ വിശ്വാസികൾക്ക് ബന്ധം നബിയോടാണ്. ആ ബന്ധം ഉണ്ടാവണം. ആ ബന്ധം പ്രകടമാവാനുള്ള വ്യത്യസ്തമായ വഴികൾ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി. അതിൽ ഒരു ഭാഗമാണ് നബിതങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്. അതല്ലാത്ത വഴികളും ധാരാളമായി കാണാൻ കഴിയുന്നതാണെങ്കിലും എന്താണോ പ്രമാണങ്ങൾ പരിചയപ്പെട്ടത് ആ വഴിയിൽ നബിതങ്ങളെ സ്നേഹിക്കുന്ന ശരിയായ പ്രവാചക സ്നേഹികളായി പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന രക്ഷപ്പെടുന്നവരായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ജലാഉൽ അഫ്ഹാമിൽ സ്വലാത്തിന്റെ മേന്മകൾ, ഗുണഫലങ്ങൾ അദ്ദേഹം ധാരാളമായി എണ്ണിപ്പറഞ്ഞു. ഫവായിദുസ് സ്വലാത്ത്, സ്വലാത്തിന്റെ ഫായിദകൾ അദ്ദേഹം പറയുമ്പോൾ ധാരാളമായി 10-30-ലേറെ സന്ദർഭങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് പറയുകയും അതിലേറെ മേന്മകൾ സ്വലാത്തിൽ ലഭിക്കുന്ന ഗുണങ്ങളെ അദ്ദേഹം എണ്ണിപ്പറയുകയും ചെയ്യുന്നു. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇംതിസാലു അംരില്ലാഹി സുബ്ഹാനഹു വ തആല. എന്തിനാ സ്വലാത്ത്? അല്ലാഹുവിന്റെ കൽപ്പന ശിരസാ വഹിക്കുക. അല്ലാഹുവോട് പറഞ്ഞാണ് ഫസല്ലു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹു മലക്കും സ്വലാത്ത് നിർവഹിക്കുന്നു. വിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു, നിങ്ങളും സ്വലാത്തും സലാമും നിർവഹിക്കുവീൻ എന്ന് അല്ലാഹു കൽപ്പിച്ചു. അപ്പൊ അല്ലാഹു കൽപ്പിച്ചാൽ പിന്നെ അത് പ്രാവർത്തികമാക്കുക. ഒന്നാമത്തെ പ്രയോജനം അതാണ്. അല്ലാഹു നമ്മോട് ചെയ്യാൻ കാര്യം പറഞ്ഞു, നമ്മൾ ചെയ്തു. അപ്പൊ റബ്ബിന്റെ കൽപ്പന ശിരസാ വഹിച്ചു എന്ന് വരും. രണ്ടാമത് മുവാഫഖത്തു സുബ്ഹാനഹു ഫി സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു
എങ്കിൽ അതേപടി നമ്മോടും അല്ലാഹ് ചെയ്യാൻ പറഞ്ഞു. അതിൽ നമുക്കും അവിടെ അത് അതേപടി ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നു. മൂന്നാമതായി മുവാഫഖത്തു മലായികതിഹി ഫീഹാ, മലക്കോട് ഉള്ള ഒരു യോജിപ്പ്. മലക്കൾ സ്വലാത്ത് ചൊല്ലുന്നു, ആ മലക്കോട് നമുക്ക് ഒരു യോജിപ്പ് അതിലൂടെ ചേർന്ന് വരുന്നു. മലക്കളും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു എന്നൊരു ബന്ധം ഉണ്ടായി വരുന്നു. നാലാമതായി ഹുസൂലു അശ്രി സ്വലവാത്ത് മിനല്ലാഹി അലൽ മുസല്ലി അലൈഹി മർറ, ഒരു സ്വലാത്തിന് 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒറ്റ സ്വലാത്ത് വഹിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 10 സ്വലാത്ത് റബ്ബിൽ നിന്ന് നമുക്ക് ലഭിക്കും. അത് ഒരു മേന്മയാണ്. അഞ്ചാമതായി 10 ദറജകൾ വർദ്ധിക്കാൻ അത് നിമിത്തമായി മാറും. സ്വലാത്തിന്റെ മേന്മയിൽപ്പെട്ടതാണ് അവന് ദറജ വർദ്ധിക്കും. അത് 10 നന്മകൾ അവന് രേഖപ്പെടുത്തപ്പെടും. 10 തിന്മകൾ അവന് മായ്ക്കപ്പെടും, പൊറുക്കപ്പെടും സ്വലാത്ത് കൊണ്ട് എന്നാണ്. അതുപോലെ ദുആ ചെയ്യുമ്പോൾ ആ ദുആന്റെ കൂടെ ദുആന്റെ മുന്നോടിയായി സ്വലാത്ത് ഉണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടാൻ അത് കൂടുതൽ ഫലപ്രദമായ കാര്യമാണ് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നബി ഞങ്ങളെ ശഫാഅത്ത് കിട്ടാൻ കാരണമായി മാറുമെന്നാണ് 9ാമത്തെ കാരണം. അന്നഹ സബബുൻ ലിശഫാഅത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത് വന്നപ്പോൾ നബി ഞങ്ങളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, വസിയത്ത് ചോദിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹല്ലത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്റെ നാളിൽ എന്റെ ശഫാഅത്ത് ലഭ്യമാകുമെന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസ് അത് അറിയിക്കുന്ന കാര്യമാണ്. 10ാമതായി പാപങ്ങൾ പൊറുക്കാൻ സ്വലാത്ത് കാരണമാണ്. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സ്വലാത്തിന്റെ ഫായിദകളായി എന്നിപ്പോ കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തെ അതൊരു ശീലമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. എപ്പോഴും മറ്റു ദിക്റെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ സ്വലാത്തും എല്ലാ സന്ദർഭങ്ങളിലും ഏത് സമയത്തും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ബിദ്അത്തായ സ്വലാത്തുകൾ, ശിർക്കായ ആശയമുള്ള സ്വലാത്തുകൾ ആരെല്ലാം ഉണ്ടാക്കി വിട്ട് അത് പ്രത്യേക മേന്മ കൽപ്പിച്ച് പ്രചരിപ്പിച്ച് ഉള്ളതിനേക്കാളേറെ അപ്പുറത്തേക്ക് മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഇല്ലാത്ത സ്വലാത്തുകൾ അത് നമുക്ക് ആവശ്യവുമില്ല. അതിന് ഒഴിവായി നിൽക്കാൻ കൂടി നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.